കോൺഗ്രസിൽ നിന്ന് പുറത്തായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കില്ല കോൺഗ്രസ് എന്നത് ഉറപ്പാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രചരണങ്ങളെ CPM നേരിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പെൺവിഷയം ചൂണ്ടിക്കാട്ടിയായിരുന്നു. CPM അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിപ്പിടിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF മിന്നും വിജയം നേടി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് പുറത്താണ്. പക്ഷേ പാലക്കാടുള്ള കോൺഗ്രസ്സുകാർ അദ്ദേഹത്തോട് ആഭിമുഖ്യം പുലർത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വേദി പങ്കിടാനും അവർ തയ്യാറാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന നിലയിൽ വലിയൊരു വിജയമാണ്, അത് നിസ്സംശയം പറയാം. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട്ടെ കോൺഗ്രസ്സുകാരുടെ പിന്തുണ ഏറുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസ്സുകാർ പാലക്കാടുണ്ട്. പക്ഷേ KPCC രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടുപ്പിക്കില്ല. കേരളത്തിലുടനീളം യുവാക്കൾക്കിടയിൽ ഒരു വൈബ് ഉണ്ടാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് കഴിഞ്ഞിട്ടുണ്ട്. അയാളുടെ പെണ്ണുപിടിയൊന്നും യുവാക്കൾ വിഷയമാക്കുന്നില്ല. മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിന് നെഗറ്റീവ് ഇമേജിനിടയിലും ഒരു സ്റ്റാർ ഇമേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചില്ലെങ്കിൽ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് അടുത്ത ബന്ധം പുലർത്തുന്ന പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ നൽകിയിരിക്കുന്ന സൂചന, പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന. അങ്ങനെയാണെങ്കിൽ BJPക്ക് ശക്തിയുള്ള പാലക്കാട് കോൺഗ്രസിന് വിജയം അപ്രാപ്യമായി മാറും. പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒപ്പമാണെന്ന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിച്ച് രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കൂടുതൽ കുരുക്കിലേക്ക് പോവുകയാണ് എന്നത് ശ്രദ്ധേയം. മധുജീവിതയുടെ ഭർത്താവ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകി കഴിഞ്ഞു. ആ പരാതിയിന്മേൽ അന്വേഷണം നടക്കുന്നു. ഇത്രയും അലിഗേഷൻസ് ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ടെ കോൺഗ്രസ്സുകാർ സ്നേഹിക്കുന്നു എന്നതാണ് വിരോധ ആഭാസം. രമേശ് ചെന്നിത്തലയും BD സതീശനും സണ്ണി ജോസഫും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറഞ്ഞെങ്കിലും പാലക്കാട്ടെ കോൺഗ്രസ്സുകാർക്കിടയിൽ അയാൾക്കൊരു ഹീറോ പരിവേഷമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നല്ല രണ്ട് പെൺകുട്ടികളാണ് പരാതി നൽകിയത്. ഈ അതിജീവിതകളുടെ പരാതി അന്വേഷിച്ചെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ MLA സ്ഥാനം രാജിവെച്ചിട്ടും ഇല്ല. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ പാലക്കാടുള്ളപ്പോൾ KPCC വെട്ടിലായി മാറിയിരിക്കുകയാണ്. KPCCക്ക് വലിയൊരു കടമ്പയാണ് എങ്കിൽ പാലക്കാട് കടക്കേണ്ടി വരിക. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ചാൽ പാലക്കാട്ടെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ അയാൾക്കൊപ്പം നിൽക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവർ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. മാങ്കൂട്ടത്തിൽ സൈബർ ലോകത്ത് സജീവമാണ്. മാങ്കൂട്ടത്തിന് വേണ്ടി ശബ്ദിക്കുന്ന ഓൺലൈൻ ചാനലുകളും നിരവധിയുണ്ട്. ഇതിലൂടെയെല്ലാം തൻ്റെ ഇമേജ് വർദ്ധിപ്പിച്ച് പാലക്കാട് സ്ഥാനാർത്ഥിയാകാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിക്കുന്നത്. കോൺഗ്രസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ഇനിയൊരു മടക്കയാത്ര അസാധ്യമാണ്. കാരണം കോൺഗ്രസിനെ അത്രയേറെ നാറ്റിച്ചു കളഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഹൈക്കമാൻഡിൻ്റെയും നോട്ടപ്പുള്ളിയാണ് അയാൾ. അതുകൊണ്ട് കോൺഗ്രസ് ടിക്കറ്റിൽ ഇനി മത്സരിക്കാൻ കഴിയില്ല. കോൺഗ്രസ് അതിന് അനുവദിക്കത്തുമില്ല. കോൺഗ്രസിലേക്ക് തിരികെ പ്രവേശനം എളുപ്പമല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സ്വതന്ത്രനായി പാലക്കാട് മത്സരിക്കാൻ അയാൾ തീരുമാനിച്ചിരിക്കുന്നത്. സ്വതന്ത്രനായി പാലക്കാട് മത്സരിച്ചാൽ അത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വലിയ ഭീഷണിയായി മാറും. കോൺഗ്രസ് പാലക്കാട് ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്.
ലോക്സഭ എംപിമാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനമെങ്കിലും ഷാഫി പറമ്പിലിന് ഇളവ് ലഭിക്കും എന്ന് KPCC കരുതുന്നു. ഷാഫി പറമ്പിൽ പാലക്കാട് മത്സരിക്കുമ്പോൾ ഷാഫിയുടെ ഉറ്റതോഴനായിരുന്ന, ഒരു കാലത്ത് ഷാഫിയുടെ എല്ലാമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ റിബലായി നിൽക്കുന്നത് ഷാഫിയുടെ ജയത്തെ ബാധിക്കും. പാലക്കാട് നിലനിർത്താൻ വേണ്ടി KPCC തലപുകഞ്ഞ് ആലോചിക്കുകയാണ്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ CPMന് വലിയ സ്വാധീനമില്ല. അവർ തുടർച്ചയായി 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന നിയോജക മണ്ഡലമാണ് പാലക്കാട്. ഇത്തവണ BJPക്ക് വേണ്ടി അവരുടെ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ മത്സരിക്കും എന്നാണ് സൂചന. പ്രശാന്ത് ശിവൻ മത്സരിച്ചില്ലെങ്കിൽ K സുരേന്ദ്രനെ പോലെയുള്ള സംസ്ഥാന തലത്തിലുള്ള നേതാവ് മത്സരിക്കും എന്ന കാര്യം ഉറപ്പാണ്. ഈ സാഹചര്യത്തിൽ വളരെ കഠിനമാണ് പാലക്കാട് കോൺഗ്രസിന് ഇനിയുള്ള മത്സരം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് അന്ന് ജയിച്ച ട്രെൻഡല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം സംസ്ഥാനമൊട്ടാകെ ചർച്ച ചെയ്യുമ്പോഴും പാലക്കാട്ടെ ഒരു വിഭാഗം നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നത് കോൺഗ്രസിന് തലവേദന തന്നെയാണ്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരു നേതാവിനാണ് ജനപിന്തുണ ലഭിക്കുന്നത്, പ്രത്യേകിച്ചും യുവാക്കളുടെ പിന്തുണ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെൺവിഷയം CPM കൊണ്ടുവന്ന നാടകമാണെന്ന് കരുതുന്നവരും ഉണ്ട്. പാലക്കാടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും CPM രാഹുൽ മാങ്കൂട്ടത്തിനെ പെടുത്തിയതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ഉണ്ട് പാലക്കാട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയുടെ പരിവേഷമൊക്കെ കൊടുക്കാൻ അവർ ശ്രമിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് സ്വതന്ത്രനായി മത്സരിച്ചാൽ കോൺഗ്രസിന് അത് വലിയ വെല്ലുവിളിയായി മാറും. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ വലിയൊരു വിഭാഗം വോട്ട് ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പോകും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിജീവിതയുടെ ഭർത്താവിൻ്റെ പരാതി ശ്രദ്ധേയമാണ്. തൻ്റെ കുടുംബജീവിതം തകർത്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നും അതിന് കേസെടുക്കണമെന്നുമാണ് അദ്ദേഹം DGPക്ക് നൽകിയ പരാതി. ആ പരാതിയും കോടതിയിൽ എത്തിക്കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ താമസിപ്പിച്ചപ്പോഴും പോലീസ് സകല വലയും വിരിച്ചിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിഞ്ഞത് അയാൾക്ക് ശക്തമായ ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം രാഹുൽ മാങ്കൂട്ടത്തിൽ പുലർത്തുന്നുണ്ട്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് തുണയായി മാറിയതും ഒളിവ് ജീവിതത്തിൽ പോലീസിനെ വട്ടം കറക്കിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിഭാഗം കോൺഗ്രസ്സുകാരുടെ ഹീറോയാകുമ്പോൾ തലയിൽ കൈവച്ച് ഇരിക്കുകയാണ് KPCC. രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ MLA എന്ന നിലയിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. മന്നം ജയന്തിയിൽ NSS ആസ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ നിരവധി പരിപാടികളിൽ MLA എന്ന നിലയിൽ സജീവമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട്. ഇതൊക്കെ കോൺഗ്രസിന് വലിയ പ്രതിരോധം തീർക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കും എന്ന റിപ്പോർട്ടുകൾ ശക്തമായ രീതിയിൽ തന്നെ പുറത്തു വരുന്നു, തെളിവുകളോട് കൂടി.